PV അൻവറിനെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് സർക്കാരും പാർട്ടിയും ഇറങ്ങിയിരിക്കുന്നത്. PV അൻവറും സർക്കാരിനും പാർട്ടിക്കുമെതിരെ അതേ രീതിയിൽ പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്നു. ഇതിന്റെ ആദ്യപടിയായിട്ട് വേണം ഫോൺ ചോർത്തൽ പരാതിയിൽ അൻവറിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിനെ വിലയിരുത്താൻ. നേരത്തെ പല ഘട്ടങ്ങളിലായി അൻവറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോഴത്തെ കേസ്. അതേസമയം സർക്കാരിനും പാർട്ടിക്കുമെതിരായ പോരാട്ടം കടുപ്പിക്കുകയാണ് PV അൻവർ. അൻവറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഇനിയും എന്തൊക്കെ പുറത്തു വരുമെന്ന ആശങ്ക CPIM-നുമുണ്ട്. PV അൻവറിനെതിരെ സർക്കാരും CPM-ഉം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ആദ്യപടിയാണ് ഫോൺ ചോർത്തൽ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ്. അൻവർ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നതരുടെ വഴിവിട്ട നീക്കങ്ങൾ പുറത്തുകൊണ്ടുവരാൻ വേണ്ടി അത് ചെയ്യേണ്ടി വന്നു എന്നായിരുന്നു അൻവറിന്റെ ഏറ്റുപറച്ചിൽ. ഫോൺ ചോർത്തൽ ഗുരുതര നിയമവിരുദ്ധ പ്രവർത്തനമായതിനാൽ പോലീസിന് അന്ന് തന്നെ സ്വമേധയാ കേസെടുക്കാമായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും മിണ്ടാതിരുന്ന പോലീസും സർക്കാരും ഒരു മാസത്തിന് ശേഷമാണ് പെട്ടെന്ന് ഉണർന്നെണീറ്റത്. അൻവറിനെതിരെ കോട്ടയം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്നൊരു പരാതി എത്തിയതിനെയും യാദൃശ്ചികമായി കാണാനാകില്ല. മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ മാത്രമല്ല, പിണറായിയുടെ കുടുംബത്തെയും കടന്നാക്രമിച്ച് അൻവർ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. അസാധാരണ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിട്ട അൻവറിനെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് സർക്കാരും പോലീസും ഇറങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തം. അൻവറിനെതിരെ സർക്കാർ തൊടുത്ത ആദ്യ ആയുധമായിട്ട് വേണം ഇപ്പോഴത്തെ കേസിനെ കാണാൻ. ഇനിയും ഒരുപാട് കേസുകൾ അൻവറിനെതിരെ ഉയർന്നു വരും. മുൻപുയർന്ന ആരോപണങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യത അൻവറും മുന്നിൽ കാണുന്നു. CPM-ന്റെ സംഘടനാ സംവിധാനത്തിനും സർക്കാരിന്റെ അധികാര രാഷ്ട്രീയത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന ബോധ്യമുണ്ടെങ്കിലും പോരാടാൻ തന്നെയാണ് അൻവറിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും അതൃപ്തിയുള്ള CPM-ലെ ഒരു വിഭാഗം മനസ്സുകൊണ്ടെങ്കിലും തന്നോടൊപ്പം ഉണ്ടെന്ന് അൻവർ വിശ്വസിക്കുന്നു. അൻവർ കൂടുതലായി ഇനിയും എന്തൊക്കെ വെളിപ്പെടുത്തുമെന്ന ചിന്ത CPM-നെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ADGP MR അജിത് കുമാർ മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. പരാതി വന്നാൽ ഇതിലും കേസെടുക്കാൻ സർക്കാർ നിർബന്ധിതരായിത്തീരും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.